ചിലർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ചിലർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഈ വിജയം കിട്ടുന്നത് ശരിയായ കഴിവ്, ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോഴല്ലേ. ഒരു ഉദാഹരണം ഞാനൊരു കഥയിലൂടെ പറഞ്ഞുതരാം കേട്ടോ. കാട്ടിൽ എപ്പോഴും രാജാവ് അവിടുത്തെ സിംഹമായിരുന്നു. അങ്ങനെ അവിടുത്തെ കാട്ടിലെ മൃഗങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് എപ്പോഴും അവിടുത്തെ രാജാവ് സിംഹം തന്നെയാണല്ലോ എന്നുള്ള ഒരു പരിഭവം മറ്റു മൃഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവനെ മാറ്റാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് ചിന്തകൾക്കൊടുവിൽ അവസാനം കുരങ്ങിനെ രാജാവാക്കാൻ അവർ തീരുമാനിച്ചു. കുരങ്ങൻ എപ്പോഴും ആക്റ്റീവ് ആണല്ലേ, ഒരുപാട് ചാടും കയറും ഓടും ഒക്കെ ചെയ്തിട്ട് എപ്പോഴും ബിസി ആണല്ലോ. കുരങ്ങൻ കാട്ടിലെ രാജാവായി ഇരിക്കെ ഒരു ദിവസം കുരങ്ങിൻ്റെ അടുത്തേക്ക് ഒരു ആട് കരഞ്ഞുകൊണ്ട് വന്നിട്ട്, രാജാവേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഒരു ചെന്നായ പിടിച്ചു എന്ന് പരാതി പറഞ്ഞു. ഒരു മരം ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ചെന്നായ ആ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നതെന്നും ആട്ടിൻകുട്ടികളെ വിട്ടു നൽകുന്നില്ലെന്നും പറഞ്ഞു. അങ്ങനെ രാജാവായ കുരങ്ങൻ ഒരു മരത്തിൽ കയറി ചാടി ഓടി നിലവിളിച്ച് തന്നാൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു. പക്ഷേ ആട്ടിൻകുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കണ്ണീരോടുകൂടി ആട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ തിരികെ കിട്ടിയില്ലല്ലോ എന്ന്. ഞാൻ തന്നോട് ചെയ്യാൻ പറ്റുന്നതെല്ലാം താൻ ചെയ്തു എന്ന് പറഞ്ഞ് നിശബ്ദനായി. അത് ഒരു സ്ഥാനമല്ല, ശരിക്കും ഒരു ഉത്തരവാദിത്തമാണല്ലേ. ആർക്കെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുമ്പോഴേ അവരുടെ ഇൻറ്റൻഷൻ മാത്രം നോക്കരുത്, അവരുടെ എബിലിറ്റിയും നോക്കണം. തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും വലിയ വിപത്തുകൾക്ക് കാരണമാവാറുണ്ട് അല്ലേ. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് ബിസി ആയിട്ടും ഒരുപാട് സ്ട്രെസ്സായിട്ടും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഞാൻ ഇരിക്കുന്നത് ശരിയായ സ്ഥലത്ത് തന്നെയാണോ എന്നുള്ളത്.